of class 12, that is surface chemistry. Surface chemistry എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാർച്ച് 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ chromatographic separation is possible due to different adsorption tendencies of the solution. Name the adsorption isotherm applicable in this case. അതാണ് ഫ്രെഡ്ലിച്ച് adsorption isotherm. ഇനി write the equation for the adsorption isotherm. x/m അല്ലെങ്കിൽ നമുക്ക് ലോഗ് വെച്ച് തന്നെ പറയാം. log x/m is equal to log k plus 1/n into log p. Okay. Then draw the graphical representation of adsorption isotherm. അറിയാമല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വി സെറ്റ് 3 അങ്ങനെ ഉണ്ട്. x/m y ആക്സിസിലും p x ആക്സിസിലുമാണ് വരയ്ക്കേണ്ടത്. Classify the following into homogeneous and heterogeneous catalysis. ഓക്കെ, ശരിക്കും ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് അഡ്സോർപ്ഷൻ എന്താണെന്ന്. ഒന്ന് ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും കേട്ടോ. ഇനി രണ്ടാമത്തത് ഒരുപാട് ടേംസ് ഉണ്ട്. അഡ്സോർബെൻറ്റ്, അഡ്സോർബേറ്റ്, സോർപ്ഷൻ, ഡീസോർപ്ഷൻ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. അതിന് ശേഷം വരുന്നൊരു ടോപ്പിക്കാണ് ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം. ഇതെല്ലാം ടോപ്പിക്സാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അതിന് ശേഷമുള്ള ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ. ഓക്കെ, ദെൻ കാറ്റലിസിസ് ആൻഡ് എൻസൈം, മെക്കാനിസം ഓഫ് ഹെട്രോജീനസ് കാറ്റലിസിസ്, പിന്നെ പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്, സം commercially important catalysis, then activity, selectivity and shape selective catalysis, then classification of colloids into two, lyophobic and lyophilic, then multimolecular, macromolecular ഒക്കെ. ഓക്കെ, പിന്നെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, electrical disintegration, properties of colloids, പിന്നെ precipitation or coagulation, Tyndall effect, Brownian movement, charge of colloid, then electroporosis, electroosmosis, enzyme action, emulsion, colloid, then അങ്ങനെ കുറേ സിയോലൈറ്റ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിനകത്തുള്ള ടോപ്പിക്സാണ്. ടോപ്പിക്സ് അറിഞ്ഞിരിക്കണ്ടേ? ഈ ഒരു ടോപ്പിക്സ് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഓരോ ടോപ്പിക്ക് പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ആ ടിൻഡാൽ എഫക്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാക്രോമോളിക്കുലർ ഞാൻ പഠിച്ചിട്ടില്ല, അത് പഠിക്കണം എന്നൊരു ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് 2008 തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു ഹോമോജീനിയസ് പിന്നെ ഹെട്രോജീനിയസ് കാറ്റലിസിസ്. ആദ്യത്തത് കാറ്റലിറ്റിക് ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ബൈ ക്ലോറിൻ, അത് ഹോമോജീനിയസ് കാറ്റാലിസിസ് ആണ്. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് വരുന്ന പോർഷൻസ് നിങ്ങൾ എവിടെയാണോ നോട്ടായിട്ട് എഴുതി വെച്ചേക്കുന്നത് അതെടുക്കണം. ഓക്കെ, ദെൻ ഹോമോജീനിയസ് കറ്റാലിസിസിനകത്ത് വരുന്നത് അത് തന്നെയാണ്. ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കാറ്റലിസ്റ്റും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ,
ഇപ്പം തന്നെ ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതൊരു ഹെട്രോജീനിയസ് കാറ്റലിസിസ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് എഴുതി നോക്കണം. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് NH3. നൈട്രജനും ഹൈഡ്രജനും അമോണിയം ഗ്യാസ് ആണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റായ അയൺ അതൊരു സോളിഡാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തുമാത്രം റിയാക്ഷൻസ് ഉണ്ട്, എന്തുമാത്രം കാറ്റലിസ്റ്റ് കാണും, അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ എല്ലാം സ്റ്റേറ്റ് പഠിക്കാൻ പറ്റുമോ എന്ന്. ശരിയല്ല, ലക്ഷക്കണക്കിന് കോമ്പൗണ്ടുകളാണുള്ളത്. ദാറ്റ് ഇസ് ട്രൂ. നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ ഏതൊക്കെയാണോ എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോസിൽ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഹൈഡ്രോളിസിസ് ഓഫ് ആൻ ഓർഗാനിക് എസ്റ്റർ, അത് ഹോമോജീനിയസ് കാറ്റലിസിസ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, AS2S3 salt particles are negatively charged. What happens when barium chloride solution is added to the above salt? കൊയാഗുലേഷൻ. അപ്പം കൊയാഗുലേഷൻ്റെ പാർട്ട് നമ്മൾ എടുക്കണം. അപ്പം കൊയാഗുലേഷൻ ഓർ precipitation ഓഫ് സോൾ ഒക്കെ. രണ്ടാമത്തത്, ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ എബവ് പ്രോസസ്? ഇനി വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആഡിങ് അലൂമിനിയം ക്ലോറൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ബേരിയം ക്ലോറൈഡ്? ജസ്റ്റിഫൈ. കൊയാഗുലേഷൻ റേറ്റ് ഇൻക്രീസസ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഗ്രേറ്റർ വാലൻസ് ഓഫ് Al3 അയോൺസ്. അപ്പം പേഴ്സിപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്നൊരു പാർട്ടിൽ നിന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ബോയിലിംഗ്, മിക്സിംഗ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്, പിന്നെ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. നാലാമത്തത് കണ്ടിന്യൂസ് ഡയാലിസിസ്. പക്ഷെ അവിടെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോവും, ബട്ട് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് വേണം. ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലല്ലേ നമുക്കവിടെ പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് അയോൺസ് ഒക്കെ വന്നിട്ട് റിയാക്ഷനൊക്കെ നടക്കത്തുള്ളൂ. റിയാക്ഷനെല്ലാം വേണം അതിന്. ഇനി നമ്മുടെ ഹാർഡി ഷൂൾസ് റൂൾ എന്താണ് പറയുന്നത്? ഇലക്ട്രോലൈറ്റിൻ്റെ ചാർജ് അല്ലെങ്കിൽ ബാലൻസി കൂടുന്തോറും കൊയാഗുലേഷൻ്റെ സ്പീഡ്, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാനുള്ളൊരു പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, അപ്പം NaCl-നെക്കാട്ടും വലുതാണ് CaCl2, CaCl2-നെക്കാട്ടും വലുതാണ് AlCl3. അപ്പം വാലൻസി അല്ലെങ്കിൽ ചാർജ് കൂടുമ്പോഴത്തേക്കും കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടും. പിന്നെ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക, ബ്ലഡ് ഒരു നെഗറ്റീവ് കൊളോയിഡാണ്. അതുകൊണ്ടാണ് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടിംഗ് ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, മിക്സ്ചർ ഓപ്പോസിറ്റ് ചാർജ് അയോൺസ് AS2S3 ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ BaCl2. കൊയാഗുലേഷനൊക്കെ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡാണ് AS2S3. Ba2+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡാണ്. ശരിക്കും നമ്മൾ കൊയാഗുലേഷൻ ഓർ പേഴ്സിപ്പിറ്റേഷൻ്റെ രണ്ടാമത്തെ മെത്തേഡായിട്ട് പറയുന്ന തന്നെ മിക്സിങ് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് എന്നല്ലേ? കൊളോയിഡ്സിൽ നിന്ന് തന്നെ കൂടുതൽ ചോദ്യങ്ങളും അല്ലേ? അപ്പം അടുത്തത് മാർച്ച് 2010 ക്വസ്റ്റ്യൻ ആണ്. കൊളോയിഡ്സ് എക്സിബിറ്റ് കുറച്ച് പ്രോപ്പർട്ടീസ്, ചില സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് അൾട്രാ മൈക്രോസ്കോപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അൾട്രാ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഏത് പ്രോപ്പർട്ടിയാണ്? അത് ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, അൾട്രാ മൈക്രോസ്കോപ്പ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടിൻഡൽ എഫക്റ്റിൻ്റെ അതിൻ്റെ സഹായത്തോടെയാണ്. ഇനി നെയിം ദ എബവ് പ്രോപ്പർട്ടി. എന്താണ് ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്?
It is a scattering of light beams by colloidal particles. Colloidal particles ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നതാണ്. What are the conditions to be satisfied to exhibit Tyndall effect? Tyndall effect കാണിക്കണമെങ്കിൽ കൊളോയിഡ് ഒരു പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ is not smaller than the wavelength of the light used. അപ്പം the diameter of the dispersed particle is not much smaller than the wavelength of the light used. രണ്ടാമത്തത് the refractive indices അല്ലെങ്കിൽ index of the dispersed phase and the dispersion medium differ greatly in magnitude. അപ്പം ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൻ്റെയും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുമ്പം നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പം വേവ് ലെങ്തിൻ്റെ കാര്യം പറയണം. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റിനെക്കാട്ടും സ്മോളർ ആയിരിക്കരുത്, കുറച്ച് ഭയങ്കര സ്മോളർ ആയിരിക്കരുത്. രണ്ടാമത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ഷുഡ് നോട്ട് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ് ചെയ്യണം എന്നാണ് കേട്ടോ. In homogeneous catalysis, reactants and catalysts are in same phase. In heterogeneous catalysis, reactants catalysts different phase ആണ്. അത് ഞാനല്ലേ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നത്. ശരിയാണ്. ഡിഫൈൻ കാറ്റലിസിസ്. കറ്റാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് കാറ്റലിസിസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എൻ എസ്റ്റർ. രണ്ടാമത്തത് ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എക്സാമ്പിൾ ഹേബർ പ്രോസസ്സ്. ഹോമോജീനിയസിന് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കാര്യങ്ങളും പറയാം. ഇനി മാർച്ച് 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് കെമിക്സ് ഓപ്ഷൻസ് ആർ 2 types of adsorption. ശരിയാണല്ലോ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഫിസിക്സ് ഓപ്ഷൻ കെമിക്സ് ഓപ്ഷൻ? ടെമ്പറേച്ചർ ഫിസിക്സ് ഓപ്ഷൻ ആണ് ഡിക്രീസ് ചെയ്യും, കെമിക്സ് ഓപ്ഷൻ ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇൻ സർട്ടൻ കേസസ് ഫിസിക്സ് ഓപ്ഷൻ ട്രാൻസ്ഫേഴ്സ് ടു കെമിക്സ് ഓപ്ഷൻ ആസ് ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ്. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം. ഡൈഹൈഡ്രജൻ ഇസ് ഫിസിക്കലി adsorbed at the surface of Ni by van der Waals force at lower temperature. When hydrogen is physically adsorbed at the surface of nickel by van der Waals forces at lower temperature. അപ്പോൾ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ ഡൈഹൈഡ്രജൻ നിക്കലിൻ്റെ സർഫസിൽ വന്ന് പ്ലേസ് ചെയ്തിരിക്കും. ആരുടെ സഹായത്തോടെ? വാൻ ഡെർ വാൾസ് ഫോഴ്സിൻ്റെ സഹായത്തോടെ. എപ്പോഴാണോ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഡിസോസിയേറ്റ് ടു ഫോം ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് ആർ അഡ്സോർബ്ഡ് കെമിക്കലി ഓൺ Ni സർഫസ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റം ആവുകയും അത് നിക്കലുമായിട്ട് കെമിക്കലി അഡ്സോർബ് ചെയ്യുകയും നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇപ്പം എന്താണ് പറയുന്നത്? ഫിസിക്സ് ഓപ്ഷൻ കെമിക്സ് ഓപ്ഷൻ ആവും വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പം പറയണം ഇൻ നോർമൽ കണ്ടീഷൻ. എക്സാമ്പിളാണ് പറയുന്നത്. ഹൈഡ്രജൻ ഈസ് അഡ്സോർബ്ഡ് ഇൻ ദ സർഫസ് ഓഫ് nickel with the help of van der Waals forces, but as temperature increases, dihydrogen splits to form hydrogen and which are then adsorbed chemically on the surface. Settle.
Then explain how colloids get coagulated on addition of salt. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊളോയിഡ്സ് കൊയാഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? On addition of salts, neutralization of charged colloidal particles by the ions of the salt occurs and hence the colloid get coagulated.